ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. പോയി ഇവിടുത്തെ പണി പോയി. I am on my legs. You don't have any right. No. To interrupt. No. അടുത്ത് പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അർത്ഥം ദൈവം ചതിച്ചു എന്നാ തോന്നണേ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ല. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. You have no right എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ വിട്ടുകളാം. അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? ഞങ്ങളെതിരല്ല. ഏത് ഗവൺമെന്റും ആ ഗവൺമെന്റ് നയം വിശദമാക്കണമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ സംസാരിക്കേണ്ടത്. അതിനെയൊന്നും ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്ന ഒരു സ്ഥിതിവിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അത് CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറയാനാണ് അദ്ദേഹം നോക്കിയത്. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. അങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് വെർബാറ്റം ഞാൻ പറയാം. യു ഡോണ്ട് റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. ഇന്ററപ്റ്റ് ചെയ്യാൻ കേക്കോ അദ്ദേഹത്തിന് 90 മിനിറ്റ് ആ ഗവൺമെന്റിനുള്ള ആ 90 മിനിറ്റിനകത്ത് നിന്ന് അദ്ദേഹം സംസാരിക്കുകയാണ്. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ല എന്നല്ലേ പറഞ്ഞത്. തോന്നുന്നു അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ല സർ. ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് വഴങ്ങാം. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി ആയി അങ്ങ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് പറയാറുണ്ട് വഴങ്ങാം എന്ന് പറയുമ്പോൾ ഞാൻ ഇദ്ദേഹം അങ്ങയുടെ അടുത്തിരിക്കുന്ന ഈ അംഗം ബഹളം ഉണ്ടാക്കിയതുപോലെ ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഇരിക്കും. അത് വലിയൊരു പോയിന്റ് അല്ലടോ. മുഖ്യമന്ത്രിയുടെ കാര്യം ഇതുപോലൊരു മുഖ്യമന്ത്രി ഞാൻ കണ്ടിട്ട് ഞാൻ ഇരിക്കും. അപ്പൊ അങ്ങ് ഇരുന്ന് തരും, അങ്ങ് എനിക്ക് വഴങ്ങി തരും. ഞാൻ എപ്പോഴെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി അന്നെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു അങ്ങ് വഴങ്ങി തന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നിരന്തരമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി